അടുത്ത തലമുറയിലെ സ്ത്രീകൾക്കെങ്കിലും അന്തസ്സോടെയും ആത്മാഭിമാനത്തോടെയും മലയാള സിനിമാ ലോകത്ത് പണിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ തനിക്ക് മറക്കാനാകുമെന്ന് സജിത മഠത്തിൽ. WCC എന്ന സംഘടനയുടെ ഭാഗമായതിന്റെ പേരിൽ പരിഹാസങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട തൊഴിലിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിലും സിനിമാ കൂട്ടായ്മയിൽ രോഗം ബാധിച്ചവരെ പോലെ മാറ്റി നിർത്തുന്നതിലും വേദനിച്ചിട്ടുണ്ട്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും WCC ഇവിടെ തന്നെ ഉണ്ടാകുമെന്നും മുന്നോട്ടു പോകുമെന്നും അവർ കുറിപ്പിൽ വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടും സ്വന്തം നിലനിൽപ്പിനായി ഇതൊന്നും തന്നെ ബാധിക്കില്ലെന്ന് വിചാരിക്കുന്ന പ്രബുദ്ധ സിനിമാ പ്രവർത്തകർ ചുറ്റുമുണ്ടെന്ന് നടി സജിത മഠത്തിൽ പറഞ്ഞു. എല്ലാം അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുകയാണവർ. എത്ര ശ്രമിച്ചാലും തനിക്ക് അവരാകാൻ സാധിക്കില്ല. ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പിലാണ് സജിത മഠത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ ആഹ്ലാദത്തിന്റെയും ആത്മവിശ്വാസം വീണ്ടെടുപ്പിന്റേതുമായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ പ്രയത്നിച്ച മാധ്യമ പ്രവർത്തകരടക്കമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. WCC എന്ന സംഘടനയുടെ ഭാഗമായതിന്റെ പേരിൽ പരിഹാസങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട തൊഴിലിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതിൽ, സിനിമാ കൂട്ടായ്മയിൽ രോഗം ബാധിച്ചവരെ പോലെ മാറ്റി നിർത്തുന്നതിൽ എല്ലാം വേദനിച്ചിട്ടുണ്ടെന്നും സജിത മഠത്തിൽ പറയുന്നു. സ്വന്തം നിലനിൽപ്പിനായി നിശബ്ദമായി ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കുന്ന പ്രബുദ്ധ സിനിമാ പ്രവർത്തകർ ചുറ്റിലുമുണ്ട്. എല്ലാം അറിഞ്ഞിട്ടും കണ്ണടയ്ക്കുന്നവർ. എനിക്ക് അവരാകാൻ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. അടുത്ത തലമുറയിലെ സ്ത്രീകൾക്കെങ്കിലും ഡിഗ്നിറ്റിയോടെ മലയാള സിനിമാ ലോകത്ത് പണിയെടുക്കാൻ കഴിഞ്ഞാൽ ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മറക്കാൻ എനിക്കാകും. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും WCC ഇവിടെ തന്നെയുണ്ട്, മുന്നോട്ട് തന്നെയെന്നും സജിത മഠത്തിൽ കുറിച്ചു.